ഹലോ, നിങ്ങൾ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ട ആ വ്യക്തിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? 3 വർഷം മുമ്പ് ഞാൻ ദുബായ് എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ച് വന്ന് ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞത് ഈ ADCയുടെ അടുത്താണ് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ഫ്രീ സിം ആക്റ്റീവ് ആവാത്തതുകൊണ്ട് തന്നെ എനിക്ക് റൂം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കയ്യിലുള്ള വലിയ ലഗേജ് ഒക്കെ ചുമന്ന് ഞാൻ എങ്ങനെയൊക്കെയോ എന്റെ റൂം കണ്ടുപിടിച്ചു. റൂമിന്റെ അകത്ത് കയറിയപ്പോൾ തന്നെ എന്റെ പകുതി മനസ്സ് ചത്തു. കാരണം 8 പേരടങ്ങുന്ന കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബെഡ് സ്പേസ് ആയിരുന്നു അത്. ആ റൂം കണ്ടപ്പോൾ കിട്ടിയ വിമാനം പിടിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം നാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് എന്റെ മൈൻഡ് പോയി. എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് മാറണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ റൂമും തുറന്നിട്ട് അകത്തേക്ക് കയറി വന്നത്. ഇവനാണ് കേട്ടോ ആ ഒരാള്. ഞാൻ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന എന്റെ ഫ്രണ്ട്. ഈ 2 മാസമൊക്കെ വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോലി കിട്ടാത്ത ആളുകളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ വരുമ്പോൾ ഇവൻ 6 മാസമായിട്ട് ഇവിടെ ജോലി തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പോലും അവന് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ സ്റ്റിൽ അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് നല്ലൊരു ജോലി കിട്ടിയത്. ഇപ്പൊ ദുബായിലത്തെ നല്ലൊരു കമ്പനിയിൽ ആർക്കിടെക്ട് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. സോ വിസിറ്റ് വിസ എടുത്ത് വരുന്ന ആളുകൾ ഒരിക്കലും 2 മാസം കൊണ്ട് ജീവിതം മാറ്റിമറിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലൊന്നും വരരുത് കേട്ടോ. കാരണം നമ്മുടെ ടൈം എപ്പോഴാവാൻ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ട ആ ഒരു ഫ്രണ്ടിനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ.